ഷിരൂരിൽ നിന്നുള്ളതാണ്. ദൗത്യം അതിനിർണായക ഘട്ടത്തിൽ. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ പിൻ ടയറുകൾ ഉൾപ്പെടെ കണ്ടെത്തി. എന്നാൽ ഇത് അർജുന്റെ ലോറിയുടേതല്ലെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. അർജുൻ ഓടിച്ച ലോറിയിലെ കയറിന്റെ ഭാഗവും ക്രാഷ് ഗാർഡും നേരത്തെ കണ്ടെത്തിയിരുന്നു. അർജുന്റെ സഹോദരിയും ഭർത്താവും ഡ്രജറിലെത്തി ഇന്ന് ലഭിച്ച വസ്തുക്കളെല്ലാം പരിശോധിച്ചു. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ദൗത്യമേഖലയിലെത്തിയിട്ടുണ്ട്. മാർക്ക് ചെയ്ത് നൽകിയ ഭാഗങ്ങളിൽ തെരച്ചിൽ സംഘത്തെ നയിക്കുമെന്നും മാർക്ക് ചെയ്ത സ്പോട്ടുകൾ എവിടെയൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുമെന്നും ഇന്ദ്രബാലൻ പറഞ്ഞു. അതേസമയം ഇന്നലെ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗം മനുഷ്യന്റേതല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഷിരൂരിൽ ശക്തമായ മഴയുണ്ടായാൽ തെരച്ചിൽ നിർത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഡ്രഡ്ജിംഗ് ദുഷ്കരമാകുമെന്നാണ് വിലയിരുത്തൽ. വൈകിട്ട് കാർവാറിൽ അവലോകന യോഗം ചേരും. അലക്സ് റാം മുഹമ്മദും അരുൺ പൂപ്പറമ്പയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഡ്രഡ്ജറിലേക്ക് അർജുൻ്റെ കുടുംബത്തെ എത്തിച്ചിട്ടുണ്ട്. സഹോദരിയും ഭർത്താവും അവിടെയുണ്ട്. കൂടാതെ മാധ്യമ സംഘവും ഇപ്പോൾ ഡ്രഡ്ജറിലുണ്ട് എന്നതാണ്. അവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? അനുജ, അല്പസമയം മുമ്പാണ് അർജുൻ്റെ കുടുംബം, അതായത് അർജുൻ്റെ സഹോദരി അഞ്ജു, അതോടൊപ്പം തന്നെ ജിതിൻ, അർജുൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരെ ഈ SP ഉൾപ്പെടെ എത്തി അവരെ പ്രത്യേക ബോട്ടിൽ ഈ ഡ്രഡ്ജറിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിയും കാർവാർ MLA റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ളവർ ഈ ബോട്ടിലേക്ക് എത്തി. നിലവിൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അർജുൻ്റെ കുടുംബത്തെ ബോധിപ്പിച്ചു. അതായത് ഇന്ന് നടന്ന പരിശോധനയുടെ കാര്യങ്ങൾ, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അർജുൻ്റെ കുടുംബത്തെ ബോധിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ചില തീരുമാനങ്ങൾ നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങൾ SP ഉൾപ്പെടെ അവരോട് വിശദീകരിക്കുകയും ചെയ്തു. ഇനി നാളെ മുതൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ മുതൽ എം ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇവിടെ തെരച്ചിൽ നടപടികൾ നടക്കുക എന്നതാണ്. അദ്ദേഹം നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്പോട്ടുകളുണ്ട്. സ്പോട്ട് 4 ഉണ്ട്. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തെരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. നേരത്തെ ഇപ്പോൾ നാവികസേന അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് തെരച്ചിൽ നടത്തി. അത് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്. അതിനുശേഷം ഇന്ന് ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടപടികൾ നടന്നു. ആ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടത് ഈ സ്പോട്ട് 4ലാണ്. അതായത് നേരത്തെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ട് 4ലാണെന്ന ആവശ്യം ജില്ലാ പോലീസ് മേധാവിയുടെ മുമ്പാകെ എം ഇന്ദ്രപാലൻ ആ കാര്യങ്ങൾ ആശയവിനിമയം നടത്തി. അതിൽ അത് സ്ട്രോങ് പോയിന്റാണ് എന്ന കാര്യം ഉൾപ്പെടെ പറഞ്ഞു. ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഈ ലോറിയുടെ ഇതെന്ന് കരുതുന്ന ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. അത് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് നാവികസേന കണ്ടെത്തിയ പരിശോധനയിലെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പക്ഷേ ഐബോർഡ് ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള, അതായത് സ്പോട്ട് 4 എന്ന നേരത്തെ തന്നെ ഈ ലോഹ സാന്നിധ്യം കൂടുതലുണ്ട് എന്ന് കരുതുന്ന ഭാഗം സ്പോട്ട് 4 ആണ്. അവിടെ കൂടി ഡ്രഡ്ജിങ്, അതായത് മണ്ണ് നീക്കം, അവിടെ അടിത്തട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ വേണം എന്നൊരാവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവരുടെ പ്രതികരണം അല്പസമയത്തിനകം ലഭിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ അർജുൻ്റെ കുടുംബം, അതായത് ജിതിനും അതോടൊപ്പം തന്നെ അഞ്ജു ഉൾപ്പെടെയുള്ളവരോട് ആശയവിനിമയം നടത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് SP ഉൾപ്പെടെ ഇവിടെ എത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. സാർ, എന്താണ് പുതിയ തീരുമാനം? ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അല്ല, സ്പോട്ട് 4ലേക്ക് നോക്കാൻ പോണു. സ്പോട്ട് 4ലേക്ക് ഇപ്പോൾ നേരത്തെ ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ ഭാഗമാണല്ലോ, അവിടെ കുറച്ചുകൂടി സാന്നിധ്യമുണ്ട്. അവിടെ തെരച്ചിൽ നടത്തിയാൽ റിസൾട്ട് ഉണ്ടാവും. അത് അവിടെ നമ്മുടെ ഡ്രഡ്ജർക്കാർ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പരിശോധിക്കാൻ പോകണം, അവിടെ എന്താണെന്ന് നോക്കിയിട്ട് പിന്നെ പറയാം. നാളെ മുതൽ അവിടെ ആയിരിക്കുമോ ഡ്രഡ്ജിങ് ഉണ്ടാവും? ഇത് തീരട്ടെ പറയാം. എല്ലാം പരിശോധിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അവിടെ ഈ സ്പോട്ട് 4ലേക്കാണ് നിലവിൽ ഇപ്പോൾ ഈ ഡ്രഡ്ജർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് അർജുൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ആ സ്പോട്ട് 4ൽ അവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. മറ്റൊരു ബോട്ടിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ അല്പസമയത്തിനകം ഈ കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രതികരണം ലഭിച്ചാൽ, അതായത് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കും എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ
മനസ്സിലാക്കുന്നത്. മറ്റൊരു ബോട്ടിലാണ് ഇവർ ഇപ്പോൾ ഈ സ്പോട്ട് 4ന്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഒരു പരിശോധന നടത്തിയതിനു ശേഷം നാളത്തെ തെരച്ചിൽ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നതാണ്. അത് മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്നതാണ് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ ടെഗ് ബോട്ടിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇന്നത്തെ തെരച്ചിൽ നടന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ നിലവിലിപ്പോൾ അതായത് അർജുൻ്റെ കുടുംബത്തെ വിശദീകരിക്കുകയും ഇനി നാളെ എന്താണ് തെരച്ചിൽ, ഏത് രീതിയിൽ വേണമെന്ന കാര്യം അവരുടെ കാര്യങ്ങൾ അവരോട് ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ, അതായത് ഈ സ്പോട്ട് 4 കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തെരച്ചിൽ നടത്താൻ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ അദ്ദേഹം ഈ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ 4 സ്പോട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടാണ് ഈ സ്പോട്ട് 4, കോൺടാക്ട് നമ്പർ 4 എന്ന് പറയുന്നത്. ആ സ്പോട്ടിലേക്ക് തെരച്ചിൽ കൂടുതൽ വ്യാപിക്കണമെന്നൊരു ആവശ്യം നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ഇവർ വിശദീകരിക്കുകയും ചെയ്യും. അരുൺ, ഇന്നത്തെ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചോ? അരുൺ, ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചോ? ശിരൂരിൽ ദൗത്യം അതിന്റെ നിർണായക ഘട്ടത്തിലാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, അർജുൻ്റെ കുടുംബാംഗങ്ങൾ, അതായത് സഹോദരിയും ഭർത്താവും അവർ ഡ്രഡ്ജറിലുണ്ട്. അവരെ പ്രത്യേക ബോട്ടിൽ ഡ്രഡ്ജറിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്ന് ലഭിച്ച വസ്തുക്കൾ, ഇന്നത്തെ തെരച്ചിലിൽ ലഭിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നത് അവരെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയാണ് സംഘം ചെയ്തിട്ടുള്ളത്. കാർവാർ MLA ഉണ്ട്, SP നാരായണയുണ്ട്, അവരെല്ലാവരും ഈ സ്ഥലത്തുണ്ട്. കൂടാതെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി സ്ഥലത്തുണ്ട്. ഇനി SP 4 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പറയാമെന്നതാണ് ഇന്ദ്രബാലൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ തെരച്ചിലിൽ അത് കൃത്യമായ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് രാവിലെ മുതൽ നടന്നത്. അതിൽ ചില വസ്തുക്കൾ കിട്ടി, ചിലത് അർജുൻ്റെ ലോറിയുടേതല്ല എന്നത് മനാഫ് സ്ഥിരീകരിച്ചു. ടയർ ഉൾപ്പെടെയുള്ളത് കിട്ടി, എന്നാൽ അത് അർജുൻ്റെ ലോറിയുടേതായിരുന്നില്ല. തടിക്കഷണം കൂടാതെ കയർ, ഈ തടിയിൽ കെട്ടിയിരുന്ന കയർ, അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ, ക്രാഷ് ഗാർഡ് എന്നിവയെല്ലാം അർജുൻ്റെ ലോറിയുടേതാണ് എന്നതാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇത്തരം വിവരങ്ങളൊക്കെ സ്ഥിരീകരിച്ച് തന്നെ നൽകിയിട്ടുണ്ട്. ഈ വസ്തുക്കളെല്ലാം കാണിക്കുകയാണ് കുടുംബാംഗങ്ങളെ. ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവവികാസമുണ്ടായത്, മാധ്യമങ്ങളെ കൂടി അവരുടെ പ്രത്യേക വാഹനത്തിൽ ഈ ഡ്രഡ്ജറിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാദ്യമായാണ് ആ തരത്തിലേക്കൊക്കെ ഒരു നീക്കം ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. മണ്ണ് നീക്കുക എന്നുള്ളതാണ് ഡ്രഡ്ജിങ്ങിൽ ഏറ്റവും നിർണായകമായൊരു ഘട്ടം, ഏറ്റവും ശ്രമകരമായൊരു ദൗത്യവും അതുതന്നെയാണ്. വലിയ മൺകൂമ്പാരമാണ് ഈ പുഴയിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ളത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഇനിയിപ്പോൾ ഇതെന്താണ്, അടുത്ത ദിവസങ്ങളിൽ ഏത് തരത്തിൽ തെരച്ചിൽ നടത്തുമെന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ ഇവർ വിശദീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനാണെന്ന് തോന്നുന്നു കാർവാർ MLA മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. 2 സാധ്യതകൾ കാണുന്നുണ്ട്. ഒന്ന്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ശിരൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ ഇടങ്ങളിലൊക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ മഴ തിമിർത്ത് പെയ്യുകയാണെങ്കിൽ ഈ മിഷൻ പോസിബിൾ അല്ല. പ്രത്യേകിച്ച് ഈ ഗംഗാവലിപ്പുഴയുടെ നടുഭാഗത്തൊക്കെ ഇറങ്ങിയുള്ള ഈ മണ്ണു നീക്കം, ഈ ഡ്രഡ്ജിങ് അത്തരം കനത്ത മഴയിൽ പോസിബിൾ അല്ല. ഈ ജലനിരപ്പ് ഉയരും, അത് മാത്രമല്ല ഒഴുക്ക് വർദ്ധിക്കും. സ്വാഭാവികമായി വലിയ പ്രതിസന്ധി ആ ഘട്ടത്തിൽ നേരിടേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത് ഈ കുടുംബത്തെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അത് താൽക്കാലികമായെങ്കിലും ഈ തിരച്ചിൽ അവസാനിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായാൽ അത് കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഒപ്പം കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നീക്കമാണ് ജില്ലാ ഭരണകൂടം, കർണാടക സർക്കാർ, അത് നിർണായക നീക്കമാണ്.